പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോമ്പുകാലം തുടങ്ങിയിട്ട് ഇന്ന് 39-ാം ദിവസമാണ്. തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങളെ നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തു. നമ്മൾ ചെയ്തതൊക്കെ വെറും ഒരു ടൈം പാസ്സായി മാറിയോ എന്ന് പരിശോധിച്ച് അറിയുവാനുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. നിങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കാണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. നമ്മൾക്കായി തിരുസഭ ഈ നോമ്പുകാലം ഒരുക്കിയിരിക്കുന്നതും നമ്മൾ നോമ്പെടുക്കുന്നതും വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതുമൊക്കെ ചെന്നെത്തി നിൽക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും മാനസാന്തരത്തിലാണ്. മനസ്സിന്റെ മാനസാന്തരത്തിലാണ്, ചിന്തകളുടെ മാറ്റത്തിലാണ്, മനോഭാവങ്ങളുടെ മാറ്റത്തിലാണ്, സംസാര രീതിയിലെ മാറ്റത്തിലാണ്, പെരുമാറ്റ രീതികളുടെ മാറ്റത്തിലാണ്, പ്രവർത്തനങ്ങളുടെ മാറ്റത്തിലാണ്. മാറേണ്ടത് ഈശോയിലേക്ക്, അവിടുത്തെ ചിന്തകളിലേക്കും സംസാരത്തിലേക്കും പെരുമാറ്റത്തിലേക്കും പ്രവർത്തികളിലേക്കുമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ്, പരമ്പരാഗതമായി ഞങ്ങൾ കത്തോലിക്ക വിശ്വാസികളാണ്, ഞായറാഴ്ച ദിവ്യബലി മുടക്കാത്തവരാണ് എന്നൊക്കെ നാം വീമ്പിളക്കുമ്പോൾ, ന്യായം പറയുമ്പോൾ ഓർക്കണം, സ്നാപക യോഹന്നാൻ അവരെ വിളിച്ച ഓമന പേര് അണലി സന്തതികളെ എന്നാണ്. വിഷം ഉള്ളിൽ കിട്ടിക്കിടക്കുന്ന, ഉള്ളിൽ മാരക വിഷം സൂക്ഷിക്കുന്ന അണലി സന്തതികൾ. ഇനിയും ഞാനും നിങ്ങളും സംസാരിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നവരുണ്ടോ? അവിടെ മാത്രം ഞാൻ കാലുകുത്തില്ലെന്ന് വാശി പിടിച്ചിരിക്കുന്ന ഇടങ്ങളുണ്ടോ? നിന്റെയും എന്റെയും മുൻപിൽ കൈനീട്ടിയവരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഉത്തരവാദിത്വങ്ങളിൽ കപടത കാട്ടിയിട്ടുണ്ടോ? ഉള്ളത് ഇല്ലാത്തവരുമായി പങ്കുവച്ചോ? ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിനും ജീവിത അന്തസ്സിനുമനുസരിച്ച് ചെയ്യേണ്ടവ ചെയ്തോ? ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇളക്കം തട്ടിയിട്ടേയില്ല. എന്റെ ദൈവമേ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഹിസോപ്പ് കൊണ്ടെന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആമേൻ.